ശാലോം ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. യൂത്ത് ഗൈഡിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. യുവജനങ്ങളുടെ പല പ്രശ്നങ്ങൾക്കും യൂത്ത് ഗൈഡ് നല്ലൊരു മാർഗദർശിയാകുന്നു എന്നറിയുന്നതിൽ അഭിമാനമുണ്ട്. ഇന്ന് കത്തുകൾക്ക് മറുപടി നൽകുന്നതിനായി ശ്രീമതി ഗ്രേസ് ലാൻ, പ്രശസ്ത ഫാമിലി കൗൺസിലറും വാഗ്മിയുമാണ്. മാഡത്തിന് സ്വാഗതം. യുവജനങ്ങളുടെ പ്രതിനിധിയായ മിസ്റ്റർ നവീൻ IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്നു. നവീൻ, സ്വാഗതം. മാഡം, നമുക്ക് കത്തിലേക്ക് കടന്നാലോ? ഇന്നൊരു സ്കൂൾ വിദ്യാർത്ഥിനിയുടെ കത്താണ്. ഞാൻ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. എൻ്റെ പ്രശ്നം ദേഷ്യമാണ്. ദേഷ്യം വന്നാൽ ഭ്രാന്ത് പോലെയാണ്. എല്ലാം എറിഞ്ഞുടയ്ക്കും, സ്വയം പീഡിപ്പിക്കും. അമ്മയോടാണ് ദേഷ്യം തീർക്കുന്നത്. അമ്മയെ എടി പോടി ദുഷ്ട എന്നൊക്കെ വിളിക്കും. സാമ്പത്തിക പ്രശ്നമില്ല. ഏറ്റവും നല്ല സ്കൂളിലാണ് പഠിക്കുന്നത്. എല്ലാം ധാരാളമായുണ്ട്. എന്നാൽ എൻ്റെ അച്ഛൻ നല്ല മദ്യപാനിയാണ്. എന്നും കുടിച്ചു വന്ന് വഴക്കിടും. അച്ഛനും അമ്മയും 2 മുറിയിൽ ഉറങ്ങുന്നു. സ്നേഹമില്ല. എനിക്ക് ജീവിക്കണമെന്ന് തന്നെയില്ല. പഠിച്ച് നന്നായി ജീവിക്കാൻ എനിക്കാവുമോ? തീർച്ചയായും, അതിന് യാതൊരു സംശയവുമില്ല. ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവളുടെ പ്രായത്തിൻ്റെ ഒരു പ്രത്യേകത ടീനേജിലൂടെ കടന്നു പോവുകയാണ്. ടീനേജിലൂടെ കടന്നു പോകുന്ന സമയത്ത് കുട്ടികളിലുണ്ടാകുന്ന ഹോർമോൺ ചേഞ്ചസ് അവരിൽ സ്വതവേ ഒരു ദേഷ്യം ഉണ്ടാക്കും. അപ്പോൾ ദേഷ്യത്തിന് ധാരാളം കാരണങ്ങളുണ്ട്. പ്രധാനമായിട്ട് കെമിക്കൽ ചേഞ്ചസ് വരുന്നു. പെൺകുട്ടിയാണ്. പെൺകുട്ടിക്ക് അവളുടെ ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. അവൾ അമ്മയാകാനായി പ്രകൃതി മാറ്റിക്കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു പീക്ക് ടൈം എന്ന് പറയുന്നത് 9th, 10th, 11th, 12th ഈ 4 വർഷങ്ങളിലാണ് കടന്നു പോവുക. ഇത് പിള്ളേർ മനസ്സിലാക്കിയിരുന്നാൽ നല്ലതാണ്. മാത്രമല്ല, കുട്ടികളുടെ സ്വഭാവ മാറ്റങ്ങൾക്ക് പല കാരണങ്ങളുണ്ട്. ഒന്ന്, അവരുടെ ഫുഡ് ഹാബിറ്റ്സ്. 2, അവർ കാണുന്നതും കേൾക്കുന്നതും. 3, അവരുടെ എൻവയോൺമെൻറ്റ് അവർക്ക് കൊടുക്കുന്ന പ്രഷർ. അപ്പോൾ ഈ ഫുഡ് ഹാബിറ്റ്സ് എന്ന് പറയുമ്പോൾ പഴയ തരത്തിലുള്ള ഫുഡല്ല കഴിക്കുന്നത് ഇന്ന് പിള്ളേർ. പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ട് ഇച്ചിരി ഭദ്രതയുള്ള കുടുംബമാണെങ്കിൽ ചിക്കനും അല്ലെ ജങ്ക് ഫുഡ്സൊക്കെ ധാരാളം കഴിക്കും. അപ്പോൾ അങ്ങനെ കഴിക്കുമ്പോൾ അതിനകത്തൂടെ വരുന്ന കെമിക്കലുകൾ, കളറ്, ഹോർമോണുകൾ ഒക്കെ ഈ പ്രായത്തിലുള്ള കുട്ടികളിൽ ഒരു വ്യത്യാസം വരുന്നു. മനുഷ്യനിൽ പ്രധാനമായിട്ട് അവൻ്റെ സ്വഭാവത്തെ നിർണ്ണയിക്കുന്ന 3-4 കെമിക്കലുകളുണ്ട്. സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം, മാഗ്നീഷ്യം, ലിഥിയം. ലിഥിയം തലച്ചോറ് ഉണ്ടാക്കുന്ന കെമിക്കലാണ്. ഈയിടെ കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിൽ ഡോക്ടേഴ്സ് കുട്ടികളിലെ ഇതുപോലെയുള്ള വൈകല്യങ്ങളെക്കുറിച്ച്, പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിനെ കുറിച്ചും വ്യക്തിത്വ വൈകല്യങ്ങൾ മാത്രമല്ല പഠന വൈകല്യങ്ങളെക്കുറിച്ച് ഒരു സ്റ്റഡി നടത്തി. അപ്പോൾ അവർ പറയുന്നത് ഈ ലിഥിയം എന്ന് പറയുന്ന കെമിക്കൽ ഇന്ന് കുട്ടികളിൽ വളരെയേറെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു, ആവശ്യത്തിലധികം. അതുകൊണ്ട് ആ കെമിക്കൽ ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോൾ കുട്ടികളിൽ ദേഷ്യം വരാം. ദേഷ്യം എന്ന് പറഞ്ഞാൽ ചെറിയ ദേഷ്യമല്ല, അതിൻ്റെ വല്ലാത്തൊരവസ്ഥയിലാണ്. ഭ്രാന്ത് പോലെ നീ കൊച്ചു പറയുന്നുണ്ട്. ദേഷ്യം വരുമ്പോൾ അവൾക്കത് പ്രകടിപ്പിക്കണം. അപ്പോൾ ആ പ്രകടിപ്പിക്കാൻ വേണ്ടി അവൾ കണ്ടെത്തിയ ഏര അമ്മയാണ്. അപ്പം അമ്മയാകാൻ വേറൊരു കാരണമുണ്ട്, അപ്പൻ എന്ന മദ്യപാനി. അവൾ ആഗ്രഹിക്കുന്ന ഒരു ജീവിതമുണ്ട്, സന്തോഷവും സമാധാനമുള്ള പപ്പ, മമ്മി, മക്കൾ സ്നേഹത്തിൽ ജീവിക്കുന്ന ഒരു ജീവിതം. ഇതിനകത്ത് ഇവർ കൊച്ചിന് നല്ല സ്കൂൾ കൊടുത്തിട്ടുണ്ട്, നല്ല ഫുഡ് കൊടുക്കുന്നുണ്ട്, നല്ല സൗകര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. പക്ഷെ ആ എൻവയോൺമെന്റ് അവൾക്ക് വളരെ മോശമാണ്. അപ്പൻ എന്നും അമ്മയുമായിട്ട് വഴക്കിടുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അപ്പൻ വരുന്നത് മദ്യപിച്ചിട്ടാണ്, വെളിവില്ലാതാണ് വരുന്നത്. അപ്പോൾ അവളെ സ്നേഹിക്കാനോ അവളെ ഒന്ന് മനസ്സിലാക്കാനോ അപ്പനാവുന്നില്ല. അപ്പം അപ്പൻ്റെ ഈ ഇത്തരം ക്രൂരകൃത്യങ്ങൾ അമ്മയിൽ ഉണ്ടാക്കിയിരിക്കുന്ന നൊമ്പരങ്ങൾ വളരെയധികമാണ്. ഒരുപക്ഷെ അപ്പനോടുള്ള ദേഷ്യം അമ്മ തീർക്കുന്നത് മകളുടെ പുറത്തായിരിക്കും. അതിൻ്റെ മുഴുവൻ ഇടയ്ക്ക് കിടന്ന് ഞെരുങ്ങുന്ന കുട്ടിയാണ് ഇവള്. അതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി അവള് ദേഷ്യപ്പെടുന്നു. ദേഷ്യം എന്ന് പറയുന്നത് അവളുടെ ഉള്ളിലെ വികാരങ്ങൾ പുറത്തേക്ക് വരാൻ അവൾ കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു ഡിഫൻസ് മെക്കാനിസമാണ്. അത് അവൾ കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു മെക്കാനിസം. അപ്പം അതുകൊണ്ടുള്ള കുഴപ്പം എന്നാന്ന് ചോദിച്ചാൽ, ഇവളെ പൊതുവിൽ എല്ലാവരും കാണുന്നത് അധിക പ്രസംഗി, അവള് നശിപ്പിക്കുന്നവള്, പഠിക്കുന്നില്ല അവൾ അവളുടെ പ്രായത്തിന് വേണ്ടത് ചെയ്യുന്നില്ല. അങ്ങനെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. പക്ഷെ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൾ സ്വയം ഒന്ന് മനസ്സിലാക്കണം, ഞാൻ ആരാണ്, ഞാൻ എന്താണ്, ഞാൻ എങ്ങനെയുണ്ട്. ഈ 3 ക്വസ്റ്റ്യൻസ് അവൾ തന്നെത്താൻ ചോദിക്കണം. ഞാൻ ആരാണ്? അപ്പം അവൾ ഒരു പെൺകുട്ടിയാണ്, അവൾ ഒരു വിദ്യാർത്ഥിനിയാണ്, അവളൊരു മകളാണ്.
അപ്പോൾ ആ പെൺകുട്ടി എന്നുള്ള നിലയിൽ, വിദ്യാർത്ഥിനി എന്നുള്ള നിലയിൽ, മകളെന്നുള്ള നിലയിൽ അവളുടെ റോള് അവൾ എത്രത്തോളം ഭംഗിയാക്കുന്നു. അപ്പം അപ്പൻ ചെയ്യുന്നുണ്ടോ ഇല്ലയോ, അപ്പനെ വിട്. അമ്മ ചെയ്യുന്നുണ്ടോ ഇല്ലയോ, അത് അവിടെ നിൽക്കട്ടെ, അവർ ചെയ്യണം, അത് അവരുടെ കടമയാണ്. പക്ഷെ ഇവള് മകളെന്നുള്ള നിലയിൽ അവരെ ബഹുമാനിക്കണം. എത്ര മദ്യപാനിയാണെങ്കിലും മദ്യപാനം ഒരു രോഗമാണ്. അവളുടെ അപ്പന് ക്യാൻസർ ആണെങ്കിൽ അവൾ അഡ്ജസ്റ്റ് ചെയ്യും, ട്യൂമർ ആണെങ്കിൽ അവൾ അഡ്ജസ്റ്റ് ചെയ്യും. അതേപോലെ തന്നെ വേറൊരു രോഗമാണ് മദ്യപാനം, ഒരു രോഗാവസ്ഥയാണ്. ആ രോഗാവസ്ഥയിലായിരിക്കുന്ന അപ്പനെ വെറുത്തത് കൊണ്ടോ വഴക്ക് വീട്ടിലുണ്ടാക്കിയത് കൊണ്ടോ ഇവരുടെ പ്രോബ്ലം പരിഹരിക്കുന്നില്ല. ഇവക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. അപ്പനെ സ്നേഹിക്കാം, അപ്പനെ മനസ്സിലാക്കാം. അപ്പോൾ അമ്മയെ കുറച്ചും കൂടി കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കാം. അമ്മയുടെ ഉള്ളിൽ അമ്മയ്ക്ക് ഒത്തിരിയേറെ നൊമ്പരങ്ങളുണ്ട്. അപ്പോൾ ഞാനേ ഉള്ളു ഇവർക്ക്. അപ്പോൾ എനിക്ക് അവരെ ആശ്വസിപ്പിക്കാൻ പറ്റണം എന്നുള്ള രീതിയിൽ അവൾക്ക് കുറച്ച് പോസിറ്റീവ് തിങ്കിങ് അതിലേക്ക് വന്നാൽ അവൾക്ക് കുറച്ചുകൂടി നന്നായിട്ട് ബിഹേവ് ചെയ്യാൻ പറ്റും. അവളെ സംബന്ധിച്ചിടത്തോളം ദേഷ്യം എന്ന് പറയുന്നത് അവൾ കണ്ടുപിടിച്ചിരിക്കുന്ന ആയുധമായിരിക്കുന്ന സ്ഥിതിക്ക് അത് മാറ്റി വെച്ചിട്ട് അവൾ ഡൈവേർട്ട് ചെയ്യുക. അതായത് ഇപ്പം പോകുന്ന വഴി അപകടമാണ്, ആ വഴിയിലൂടെ പോയാൽ അവൾക്ക് ലക്ഷ്യത്തിലെത്താൻ പറ്റില്ല. അപ്പോൾ അവൾ ഡൈവേർട്ട് ചെയ്യണം, റൂട്ട് ചേഞ്ച് ചെയ്യണം. അതാണ് ആ മോളോട് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അവളുടെ റൂട്ട് ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ചും കൂടി സ്നേഹവും സന്തോഷമുള്ളൊരു കുട്ടിയായിട്ട് സ്വയം മാറാൻ ശ്രമിക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞല്ലോ, ഒരു കെമിക്കൽ ചേഞ്ച് വരുന്നു. ധാരാളം വെള്ളം കുടിക്കുക. ഒരു 12 ഗ്ലാസ് വെള്ളം ഈ വളരുന്ന പ്രായത്തിൽ കുട്ടികൾ കുടിച്ചാൽ ആ കെമിക്കൽ ഡൈല്യൂട്ട് ചെയ്ത് പുറത്തേക്ക്. ഇത് 3 സിസ്റ്റത്തെ ബാധിക്കുന്നുണ്ട്. തലച്ചോറിനെ ബാധിക്കുന്നുണ്ട്, കിഡ്നിയെ ബാധിക്കുന്നുണ്ട്, ലിവറിനെ ബാധിക്കുന്നുണ്ട്. അപ്പം ഇവളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കാണുന്ന രീതിയിലല്ല കൊച്ചു ജീവിതത്തെ കാണുന്നത്. അപ്പം അതുകൊണ്ട് അവളെ കുറച്ചും കൂടി മനസ്സിലാക്കാനായിട്ട് അമ്മയ്ക്ക് അപ്പനും പറ്റണം. ഇനി ഇവൾ അമ്മയും അപ്പനെയും മനസ്സിലാക്കണം. അപ്പോൾ അവൾക്ക് നന്നായിട്ട് ജീവിക്കാൻ പറ്റും. നവീൻ, എങ്ങനെയാണ് ഈ കൂടുതൽ ദേഷ്യം അല്ലെങ്കിൽ സ്ട്രെസ് വർക്ക് എൻവയോൺമെന്റിലാണെങ്കിലും ഇതിനെ നമുക്ക് എങ്ങനെ അഭിമുഖീകരിക്കാൻ പറ്റുന്നത്? എനിക്ക് മോളുടെ കത്തിൽ നിന്ന് തുടങ്ങി അതിലേക്ക് എത്താൻ തോന്നുന്നു. എനിക്ക് തോന്നിയ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനം, ആ കുട്ടിക്ക് വളരെയധികം ആഗ്രഹമുണ്ട് ഇത് മാറണമെന്ന്. അതിനകത്ത് ഏറ്റവും പ്രത്യാശയുള്ള ഒരു സാധനമായിട്ട് എനിക്ക് തോന്നി. അത് ആ ആഗ്രഹം തന്നെ ആ കുട്ടിയെ ആ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർക്കും. ദേഷ്യം കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്ന രീതിയിലും എത്തുമെന്ന് എനിക്ക് തോന്നുന്നു. മാതാപിതാക്കളോട് പ്രത്യേകിച്ചും ഞാൻ പറഞ്ഞു നിർത്തിയ രോഗമാണ് അപ്പൻ്റെ അവസ്ഥ, ഒരു രോഗാവസ്ഥയാണ്. ക്യാൻസർ ആണെങ്കിൽ കുട്ടി ആ രോഗം മാറാൻ വേണ്ടി അപ്പനെ കുറ്റപ്പെടുത്താതെ അപ്പന് വേണ്ടി തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിച്ചേനെ. അതേ കണ്ടീഷനിൽ തന്നെ മദ്യപാനം ഒരു രോഗമായതുകൊണ്ട് അപ്പന് വേണ്ടി ഒരു ക്യാൻസർ എന്ന രോഗമുള്ള അവസ്ഥയിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. അതേപോലെ തന്നെ തീക്ഷ്ണതയോടുകൂടി അപ്പൻ്റെ രോഗം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കാനുള്ളൊരു മനസ്സുണ്ടാകും. ആ കണ്ണോടുകൂടി അതിനെ കാണാൻ സാധിച്ചാൽ അത് ആ കുട്ടിയെ അപ്പനോടുള്ള ദേഷ്യം മാറാനും, ഈ അപ്പൻ അമ്മയെ പരിഗണിക്കാത്തത് കൊണ്ട് തന്നെ നാച്ചുറലായിട്ട് മോൾക്കും അമ്മയെ പരിഗണിക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള ഒരു മനസ്സ് വരും. അതുകൊണ്ട് അമ്മയോടുള്ള ദേഷ്യം ഉണ്ടാകാനുള്ള ഒരു കാരണമായിട്ട് അത് മാറും. അപ്പോൾ അപ്പനെ അങ്ങനെ കാണാൻ സാധിക്കുമ്പോൾ തന്നെ അമ്മയും കുറച്ചുകൂടെയും പരിഗണിക്കാനും സ്നേഹിക്കാനും, അപ്പൻ്റെ രോഗാവസ്ഥ കൊണ്ടാണ് അപ്പൻ അമ്മയെ പരിഗണിക്കാത്തത്, ദേഷ്യപ്പെടുന്നതെന്ന് മനസ്സിലാക്കി അമ്മയോട് ആ കുട്ടിക്കും പെരുമാറാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഈ ദേഷ്യം അതിനാൽ തന്നെ ഒരു പ്രശ്നമുള്ള സാധനമല്ല, എല്ലാവർക്കും ഉള്ള ഒരു സാധനമായിട്ട് തന്നെ പല അവസ്ഥയിലും നമുക്കുണ്ടാകുന്ന ഒരു സാധനമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതിനെ കുറച്ചുകൂടെ കൺസ്ട്രക്റ്റീവ് ആക്കി മാറ്റുക എന്നുള്ളതല്ലാതെ എല്ലാ സമയത്തും അതിനെ പൂർണ്ണമായിട്ടും നമുക്ക് മാറ്റി നിർത്താൻ പറ്റത്തില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ അതിനകത്ത് കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ദേഷ്യമായിട്ട് അത് മാറ്റുമ്പം എൻ്റെ ഉള്ളിലുണ്ടാകുന്ന ഒരു വികാരമാണ് അവിടെ പ്രകടിപ്പിക്കുന്നത്. അതിനെ കൺസ്ട്രക്റ്റീവ് ആക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള കോർ, എന്തുകൊണ്ടാണ് എനിക്ക് ദേഷ്യം വരുന്നത്, അതുകൊണ്ട് ആ ദേഷ്യം ഞാൻ പ്രകടിപ്പിക്കുന്നതിലൂടെ എന്താണ് ഞാൻ അവിടെ ഉദ്ദേശിക്കുന്നത് എന്നുള്ളൊരു സാധനം പതുക്കെ പ്രകടിപ്പിക്കാനുള്ള ശ്രമിക്കുമ്പോഴാണ് ഓഫീസിൽ കുറച്ചുകൂടെ നിയന്ത്രിക്കാൻ സാധിക്കുന്നത്. നമ്മളൊരു പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ പരിശ്രമിക്കുന്നത്. അത് നഷ്ടപ്പെടാനോ അത് മീറ്റ് ചെയ്യാനോ സാധിക്കാതെ പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് എന്നെ ദേഷ്യപ്പെടുന്നതെന്നാണ് ഓഫീസിൽ ഞങ്ങൾ ചിന്തിക്കുക. അപ്പോൾ ഇൻസ്റ്റൻ്റായിട്ട് നമ്മളൊരു കാര്യങ്ങൾ റിയാക്ട് ചെയ്താലും പിന്നെ ഈ ഒരു ചിന്തയിലേക്ക് എത്തിയാലും ഉള്ളൂ ടീം വർക്ക് നടക്കത്തുള്ളൂ. അങ്ങനെയാണ് ഓഫീസിനെ നിയന്ത്രിച്ചുകൊണ്ടത്. ടീം വർക്ക് എന്നുള്ള ഒരു പർപ്പസിലേക്ക്, ഒരു മോഡിലേക്ക് നമ്മൾ മാറുമ്പോൾ ദേഷ്യം നിയന്ത്രിക്കപ്പെടുകയും പർപ്പസിലേക്ക് പോവുകയും ചെയ്യും. അല്ലെങ്കിൽ അവിടെ നമ്മൾ വെട്ടിമുറിച്ച് പോവുകയും റിസൾട്ടിലേക്ക് എത്തിക്കാൻ സാധിക്കാതെ വരും. ഓഫീസിൽ അങ്ങനെയാണ് എന്നെ ഹെൽത്തി ആയിട്ട് കൺട്രോൾ ചെയ്യാനായിട്ട് ഞങ്ങൾ പലപ്പോഴും പരിശ്രമിക്കാറുണ്ട്. എനിക്ക് തോന്നുന്നു ഈ കുട്ടിയുടെ കാര്യത്തിൽ കുറച്ചും കൂടെ ഈ അമ്മയ്ക്കൊരു ബന്ധം കാണുമല്ലോ, ആ അമ്മ അധ്യാപകരോടാണെങ്കിലും ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ പെൺകുട്ടിക്ക് വേണ്ട വിധത്തിലുള്ള ഗൈഡൻസ് ഒരിടത്തു നിന്നും കിട്ടുന്നില്ല എന്ന് തോന്നുന്നു. ഇപ്പം ആത്മീയ കാര്യങ്ങളിൽ പോലും അവൾ താല്പര്യം കാണിക്കുന്നുണ്ടാവില്ല, സ്കൂളിലാണെങ്കിലും തുറന്നു പറയുന്നൊരു മനസ്സായിരിക്കുകയില്ല. അപ്പോൾ അധ്യാപകർക്കാണെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ അവളെ ഒന്ന്
ഗൈഡ് ചെയ്യാൻ പറ്റും. എനിക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്, എനിക്ക് നന്നായി ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടെന്ന് അവൾ പറയുന്നുണ്ട്. അപ്പോൾ അവൾക്ക് അതിന് തടസ്സം നിൽക്കുന്നത് വീട്ടിലെ സാഹചര്യങ്ങളാണ്. ഒരുപക്ഷെ അമ്മ ഇവളിൽ നിന്ന് ഒത്തിരി പ്രതീക്ഷിക്കുന്നുണ്ടാവും, നന്നായി പഠിക്കണം, നല്ല മാർക്ക് വാങ്ങിക്കണം. അപ്പോൾ അമ്മ ഒരു പ്രഷർ കൊടുക്കുന്നുണ്ടാവും. ആ മോളോട് എനിക്ക് പറയാനുള്ളത്, ആദ്യമേ അവൾ സ്വയം സ്നേഹിക്കുക. അവൾക്ക് ദൈവം ഒത്തിരി ഗിഫ്റ്റുകൾ കൊടുത്തു, അവളത് തിരിച്ചറിയുന്നില്ല. കാരണം നല്ല ഒരു വീട് കൊടുത്തു, സാമ്പത്തികം കൊടുത്തു, നല്ല സ്കൂൾ കൊടുത്തു, അവൾക്ക് അത്യാവശ്യം വേണ്ട ബാക്കി കുറേ കാര്യങ്ങൾ ദൈവം കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ ഒരു പ്രശ്നം വീട്ടിലുണ്ട്, അപ്പൊ ആ പ്രശ്നത്തെ അവൾ അക്സെപ്റ്റ് ചെയ്യണം. അതിന് പകരം അവള് പഠിത്തത്തോടാണ് അവളുടെ പരിപാടി തീർക്കുന്നത്, അവളുടെ വാശി തീർക്കുന്നത്. നേരെ തിരിച്ച് അവൾ എടുക്കണം. കാരണം എനിക്ക് ജീവിക്കണം, എനിക്ക് നന്നായി ജീവിക്കണം, അല്ലെങ്കിൽ എൻ്റെ അമ്മ എനിക്ക് നോക്കണം. അതിന് ആദ്യമേ വേണ്ടത് ആ കുട്ടിക്ക് ഒരു സെൽഫ് ലവ് ആൻഡ് സെൽഫ് റെസ്പെക്ട്, സ്വയം സ്നേഹിക്കുക. അത് നമുക്ക് നമ്മളോട് സ്നേഹമില്ലെങ്കിൽ വേറൊരാളെ സ്നേഹിക്കാൻ പറ്റില്ല. അപ്പോൾ അവൾ അവളുടെ പോസിറ്റീവ്സ്, അവൾക്ക് എന്തൊക്കെ ഗിഫ്റ്റ് ദൈവം തന്നോ അതിനെ കൂട്ടി വെച്ചിട്ട് അതിൻ്റെ മണ്ടയിലോട്ടൊന്ന് കയറാൻ ശ്രമിക്കുക. പക്ഷെ അവൾ ഇപ്പോൾ ചെയ്തിരിക്കുന്ന അവളുടെ ജീവിതത്തിലെ വിഷമങ്ങൾ, പ്രശ്നങ്ങൾ, നൊമ്പരങ്ങൾ എല്ലാം കൂട്ടി വെച്ചിട്ട് അതിൻ്റെ പുറത്ത് അവൾ ഇരിക്കുന്നത്. അതുകൊണ്ട് അവൾക്ക് ആരെയും സ്നേഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ദേഷ്യവും അരിശവും ഒക്കെ വരുന്നത്. പിന്നെ അമ്മ എന്ന് പറയുന്നത് അവളെ പ്രസവിച്ച് 10 മാസം ചുമന്ന് നടന്ന് പ്രസവിച്ച് കഷ്ടപ്പെട്ട് ഇത്രയും വളർത്തിയ സ്ത്രീയാണ്. അപ്പം ആ സ്ത്രീക്ക് ഒന്നുമില്ലെങ്കിലും ഒരു റെസ്പെക്റ്റ് കൊടുക്കാൻ അവൾ ബാധ്യസ്ഥയാണ്. അവളത് മനസ്സിലാക്കണം. അമ്മ ഈ ലോകത്തിലേക്ക് ഞാൻ കടന്നു വരാനായിട്ടുള്ള വഴിയൊരുക്കിയാണ്. അമ്മയുടെ വയറ്റിൽ നിന്ന് ഒരു കോഡ് മുറിച്ചെടുത്ത് ഈ ലോകത്തിലേക്ക് എന്നെ കൊണ്ടുവന്നാണ്. അത് അമ്മയായിട്ടുള്ള ഒരു വലിയ റിലേഷൻഷിപ്പ് പിന്നെയും നമുക്ക് ഉണ്ടാക്കുക. ലോകത്തിലെ വേറെ ആരോടും നമുക്ക് ആ ബന്ധം ഇല്ല. ആ മദർ കോഡ് എന്ന് പറയുന്നത് കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വേറൊരു ബന്ധമുണ്ട് അമ്മയായിട്ട്. അപ്പോൾ അത് പ്രഭാഷകന്റെ പുസ്തകം 3-ാം അധ്യായം ആ കുട്ടിയോട് വായിക്കാൻ ഞാൻ നിർദ്ദേശിക്കുക. പ്രഭാഷകൻ 3 പല പ്രാവശ്യം വായിക്കണം. നിന്റെ അമ്മയുടെ വേദന നിന്റെ കുടുംബത്തിന്റെ അടിത്തറ ഇളക്കും. നിന്റെ മാതാപിതാക്കളുടെ കണ്ണുനീര് 7 തലമുറ വരെ നിന്നെ ഒരു ശാപമായി പിന്തുടരും. അപ്പം മാതാപിതാക്കളെ ദൈവം ഒരിക്കലും നമ്മൾ ചോദിച്ചു വാങ്ങിച്ചു തരുന്ന ഒരു സാധനമല്ല. ദൈവം നമുക്കായിട്ട് അനാദികാലം മുതലേ കരുതി വെച്ചവരാണ് നമ്മുടെ മാതാപിതാക്കൾ. അത് ദൈവം തീരുമാനിച്ചത് ഇവള് ആ വീട്ടിൽ ജനിക്കണമെന്നുള്ളത്. പക്ഷെ അവളെ ചൂസ് ചെയ്തത് മാതാപിതാക്കളാണ്. അവർ ചൂസ് ചെയ്തിട്ടുണ്ട്. ഈ കുട്ടി വേണമെന്നൊരു ചൂസ് ചെയ്തൽ അവിടെ നടന്നിട്ടുണ്ട്. അപ്പോൾ അവൾ ആ ബന്ധം ഒരിക്കലും കട്ട് ചെയ്യാതിരിക്കുക. നല്ല ഒരു ബന്ധത്തിലേക്ക് പോകാനായിട്ട് അവൾക്ക് സാധിക്കണം. രണ്ടാമത്തെ കാര്യം ഞാൻ കുട്ടിയോട് അവൾക്കൊരു ടൈം മാനേജ്മെന്റ് വേണം. ഈ ജീവിതത്തിൽ ഒരു അടുക്കും ചിട്ടയുള്ള ഒരു ജീവിതം ഉണ്ടാക്കണം. അപ്പം ടൈം മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ എല്ലാ ദിവസവും കഴിയുന്നത്ര ഒരേ സമയത്ത് എഴുന്നേൽക്കുക, കഴിയുന്നത്ര ഒരേ സമയത്ത് ഉറങ്ങാൻ പോവുക, പഠിക്കാനായി കുറച്ച് സമയം മാറ്റി വയ്ക്കുക. ആ സമയം അവൾ വേറെ ഒന്നും ശ്രദ്ധിക്കണ്ട, അമ്മേനെ ശ്രദ്ധിക്കേണ്ട, അപ്പനെ ശ്രദ്ധിക്കേണ്ട, അവളുടെ പോർഷൻസ് അവൾ പഠിച്ചു തീർക്കുക. എന്നിട്ട് ക്ലാസ്സിൽ അവൾക്ക് നല്ല ടീച്ചേഴ്സ് ഉണ്ട്, നല്ല ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ ആ ഒരു ബന്ധങ്ങളിൽ അവൾ സാറ്റിസ്ഫാക്ഷനും സന്തോഷവും കണ്ടെത്തുക. അപ്പോൾ അവളുടെ മനസ്സിൻ്റെ പിരിമുറുക്കങ്ങൾ പതുക്കെ പതുക്കെ അയയുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവൾ കുറച്ചും കൂടെ പോസിറ്റീവായിട്ട് ചിന്തിച്ചാൽ മതി. ഇതുപോലെ വേദനിക്കുന്ന ധാരാളം കുട്ടികളുണ്ട് നമ്മുടെ ഇവിടെ. കള്ളു കുടിച്ചിട്ട് വന്ന് കുട്ടികളുടെ പുസ്തകം കത്തിച്ച് കളയുന്ന മാതാപിതാക്കളെ, കള്ളു കുടിച്ചിട്ട് വന്നിട്ട് പിള്ളേർ പഠിക്കുക, നീ IAS പഠിക്കുകയാണോ, നീ പഠിക്കണ്ട എന്ന് പറഞ്ഞ് എഴുതിപ്പിച്ച് വിടുന്ന മാതാപിതാക്കളല്ല അപ്പന്മാർ. ഇങ്ങനെയുള്ള ധാരാളം സാഹചര്യങ്ങളിലും പിള്ളേർ പഠിച്ച് നല്ല പൊസിഷനിലാവുന്നുണ്ട്. ടേക്ക് ഇറ്റ് ആസ് എ ചലഞ്ച്. അതാ ഞാൻ അമ്മോളോട് പറയും. നവീൻ, ഈ കൗമാരക്കാരായ കുട്ടികൾ മാതാപിതാക്കളിൽ നിന്നും എങ്ങനെയുള്ളൊരു സമീപനമായിരിക്കും പ്രതീക്ഷിക്കുന്നത്? ഈ കത്തിലൂടെ കണ്ട അനുഭവം പോലെ തന്നെ എൻ്റെ വളരെ അടുത്ത നെയ്ബറായിട്ടുള്ള ഒരാളുടെ ഒരു കുടുംബത്തിലുണ്ടായത് എനിക്ക് ഓർമ്മയുണ്ട്. ആ പെൺകുട്ടി വിവാഹപ്രായമായപ്പോൾ അതിന് കല്യാണം കഴിക്കണ്ട എന്നുള്ളൊരു തീരുമാനമാണ് പെൺകുട്ടി പറഞ്ഞത്. സ്വന്തം സഹോദരിയെ പോലെ ഞങ്ങൾ കാണുന്നത് കൊണ്ട്, ഞങ്ങളുടെ കുടുംബത്തിലെ അംഗത്തെ പോലെ കാണുന്നതുകൊണ്ടും സ്വാതന്ത്ര്യം എടുത്തു ചോദിച്ചു എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഇത് പറയണത്. അപ്പോൾ പറഞ്ഞത് ഇതേപോലെ തന്നെ മാതാപിതാക്കൾ തമ്മിലുള്ള പ്രശ്നം, 2 മുറിയിൽ ഉറങ്ങുന്നു, അവർ തമ്മിൽ ഉള്ള ഐക്യമില്ലായ്മ കണ്ടു കഴിയുമ്പോൾ എനിക്കൊരു വിവാഹ ജീവിതത്തിലേക്ക് ഇറങ്ങാൻ ഒരു ധൈര്യമില്ല, ഒരു പ്രത്യാശയില്ല. ഇങ്ങനെ ഒരു ജീവിതമാണ് കുടുംബജീവിതം എന്നുണ്ടെങ്കിൽ എനിക്കത് വേണ്ട എന്നാണ് അങ്ങനെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന കൗമാരക്കാർ മുഴുവൻ ചിന്തിക്കുക. പ്രത്യേകിച്ചും പെൺകുട്ടികളെ ഒത്തിരി പേരെ കണ്ടിട്ടുണ്ട്. യൂത്ത് മിനിസ്റ്ററിങ് ചെയ്യുന്നതിനിടയ്ക്ക് തന്നെ വിവാഹ ജീവിതത്തിലേക്ക് കയറാനായിട്ട് ധൈര്യമില്ലാത്ത മാതാപിതാക്കളുടെ ഈ ബിഹേവിയർ മൂലം. അപ്പം ഏറ്റവും കൂടുതൽ ഒരു ഭാവി ജീവിതത്തെ കൗമാരക്കാർ കാണുന്നത് അവരുടെ മാതാപിതാക്കളിലൂടെ തന്നെ. പ്രത്യേകിച്ച് ഒരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ നല്ല മാതൃകയാകാനായിട്ടോ ചീത്ത മാതൃകയാകാനായിട്ടോ അവർ കാണുന്നത് അവരുടെ മാതാപിതാക്കളെ തന്നെയാണ്. വലിയ പ്രതീക്ഷയാണ് മാതാപിതാക്കളുടെ
അവരുടെ ഓരോ ചെറിയ പ്രവൃത്തികൾ പോലും വളരെ കാര്യമായിട്ട് വാച്ച് ചെയ്യുന്ന ഒരു തലമുറ തന്നെയാണ് ഇപ്പോഴത്തെ യുവജനങ്ങൾ. അല്ലെങ്കിൽ നഷ്ടമായി പോകുന്ന ഇതുപോലെ നല്ലൊരു കുടുംബജീവിതത്തിനുള്ള സാധ്യതയാണ് നല്ല മാതാപിതാക്കൾ ഇല്ലെങ്കിൽ, നല്ലൊരു ദാമ്പത്യ ജീവിതം മാതാപിതാക്കൾ നയിച്ചില്ലെങ്കിൽ നമ്മൾ നഷ്ടപ്പെടുന്നത്. മാതാപിതാക്കൾ എന്തുമാവട്ടെ അവർ നല്ലതായിട്ട് ജീവിക്കണം. പക്ഷെ അവരുടെ മാതാപിതാക്കൾ ഒരുപക്ഷെ ഈ മാതാപിതാക്കൾക്ക് അതിനുള്ള ഒരു ഗൈഡൻസ് കൊടുത്തിട്ടുണ്ടാവില്ല. അല്ലെ അവരുടെ കുടുംബ സാഹചര്യങ്ങൾ ഇങ്ങനെയായിരിക്കാം. മദ്യപാനം എന്ന് പറയുന്നത് പെട്ടെന്ന് ഒരു ദിവസം വരുന്നതല്ലല്ലോ. പിന്നെ അയാൾ എക്സ്പെക്ട് ചെയ്ത ഒരു ഭാര്യ ആയിരിക്കില്ല ചിലപ്പോൾ അയാൾക്ക് കിട്ടിയിരിക്കുന്നത്. ഭാര്യ ചിലപ്പോൾ വീട് മാനേജ് ചെയ്യുന്നതിൽ ശരിയായിരിക്കില്ല, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണും. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം കൂടെ കൂട്ടി വെച്ച് അവൾ വിഷമിക്കാതിരിക്കേ. അവളോട് ഞാൻ പറയുന്നത്, ഇവിടെ ഏതാണ്ട് 30% കുടുംബ ബന്ധങ്ങളേ ഉള്ളൂ നന്നായിട്ട് പോകുന്നത്. 70% മാതാപിതാക്കളും 2 മുറിയിൽ ഉറങ്ങുന്നവരും, പ്രശ്നങ്ങളുള്ളവരും, സംശയരോഗമുള്ളവരും, വഴിവിട്ട ബന്ധങ്ങളുള്ളവരും ഒക്കെ ആയിട്ടുള്ള ധാരാളം മാതാപിതാക്കളുണ്ട്. ഇവരുടെ എല്ലാം മക്കളൊന്നും വഴിപിടിച്ച് പോകുന്നില്ല. അങ്ങനെ മാതാപിതാക്കൾ പോയി എന്ന് കരുതി മക്കൾ അങ്ങനെ ആവണമെന്നില്ല. അവരതൊരു വാശിയായിട്ട് എടുക്കണം. തനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ തീർച്ചയായിട്ടും. അല്ലെ, മാതാപിതാക്കൾ അങ്ങനെ ആയി, അതുകൊണ്ട് അവരെ ജീവിച്ച് കാണിച്ചു കൊടുക്കണമെന്നൊരു വാശി പിള്ളേർക്ക് എടുക്കാം. പഠിക്കുക, നന്നായി നല്ല ജോലി വാങ്ങിക്കുക, സ്വന്തം കാലിൽ നിൽക്കുക, മാതാപിതാക്കളെ കാണിച്ചു കൊടുക്കണം എങ്ങനെയാണ് ജീവിക്കേണ്ടത്. അത് അവൾക്ക് സാധിക്കുമല്ലോ. അവളോട് ആ ചലഞ്ചായിട്ട് എടുക്കാനാണ് എനിക്ക് അവളോട് പറയാനുള്ള ഒരു കാര്യം. അവളുടെ പ്രാർത്ഥനയിലും ഇതൊരു ചലഞ്ചാകും. അവളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി അവൾ ഒന്ന് പ്രാർത്ഥിക്കാൻ, സീരിയസ് ആയിട്ട് പ്രാർത്ഥിക്കാനായിട്ടും കൂടെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതൊരു ചലഞ്ച്. അവർ എന്ന് നല്ല രീതിയിൽ ജീവിക്കുന്നു അന്ന് വരെ ഞാൻ പ്രാർത്ഥിക്കും. ദീർഘകാലം പ്രാർത്ഥിച്ചിട്ട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ള ധാരാളം ജീവിതങ്ങളും അറിയാം. മാതാപിതാക്കൾ ഒരുമിച്ച് കൂടുതൽ സ്നേഹത്തിലാകുന്നത് മക്കളുടെ പ്രാർത്ഥനയിലൂടെ സംഭവിച്ച ധാരാളം സംഭവങ്ങളും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതും ഒരു ചലഞ്ചായിട്ട് അവൾ എടുത്തു കഴിഞ്ഞാൽ ആ കുടുംബത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാനും ചിലപ്പോൾ അവളെ ആയിരിക്കും ദൈവം ഒരു മെസ്സഞ്ചറായിട്ട് കുടുംബത്തിലേക്ക് വിട്ടിരിക്കുന്നത്. അവളിലൂടെ ആയിരിക്കും ചിലപ്പോൾ പാരന്റ്സ് നന്നായി വരുന്നത്. അതിനെ പോസിറ്റീവായിട്ട് എടുക്കട്ടെ. നമുക്ക് അടുത്ത കത്തിലേക്ക് നീങ്ങിയാലോ? എൻ്റെ പേര് സ്നേഹ. എൻ്റെ അച്ഛനും അമ്മയും വിദേശത്താണ്. ഞാൻ +2 പഠിക്കുന്നു. ഹോസ്റ്റലിലാണ്. എൻ്റെ അമ്മയെ എനിക്ക് വെറുപ്പാണ്. എനിക്ക് ഫോൺ തരില്ല, പൈസ അക്കൗണ്ടിൽ ഇട്ട് തരില്ല. എൻ്റെ ഡ്രസ്സെല്ലാം അമ്മയുടെ ഇഷ്ടത്തിന് മാത്രമേ സെലക്ട് ചെയ്യൂ. ഇപ്പോഴും എനിക്ക് ഒന്നിനും സ്വാതന്ത്ര്യമില്ല. എൻ്റെ കൂട്ടുകാർ അടിച്ചു പൊളിക്കുന്നത് കാണുമ്പോൾ എനിക്കും വിഷമം കൂടും. എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോകാൻ തോന്നുന്നു. പഠിക്കാൻ പറ്റുന്നില്ല. എങ്ങനെ എനിക്ക് ഈ ജീവിത പ്രശ്നങ്ങളെ അതിജീവിക്കാനാവും? നല്ല ഒരു കത്താണ്. കാരണം ഈ സമാന സ്വഭാവമുള്ള ധാരാളം കുട്ടികളെ കൗൺസിലിംഗ് നടത്തിയ അനുഭവമുണ്ട് എനിക്ക്. ഇതിനകത്ത് അമ്മ വിദേശത്ത്, അപ്പനൊരു പക്ഷേ നാട്ടിലുണ്ടാവും. അച്ഛനും അമ്മയും വിദേശത്താണ്. അപ്പോൾ അവളെ ഹോസ്റ്റലാക്കിയിരിക്കുക. അതെ, +2 പഠിക്കുന്നു, ഹോസ്റ്റലിലാണ്. അതെ, ഇപ്പോൾ ഹോസ്റ്റലായതാണോ നേരത്തെ തൊട്ട് ഹോസ്റ്റലാണോ നമുക്കറിയില്ല. കാരണം പലപ്പോഴും അപ്പനും അമ്മയും വിദേശത്തുള്ള കുട്ടികൾ ഇവിടെ വല്യപ്പൻ്റെയോ വല്യമ്മയുടെയോ അമ്മാവൻ്റെയോ അമ്മായിയുടെയോ ഒക്കെ സംരക്ഷണയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ഹോസ്റ്റലുകളിൽ ദീർഘകാലം നിന്ന് അവർക്ക് ഈ ശരിയായ ഒരു സ്നേഹം അപ്പൻ്റെ അമ്മയുടെയും കയ്യിൽ നിന്ന് കിട്ടുന്നില്ല. അപ്പോൾ അമ്മയെ സംബന്ധിച്ചിടത്തോളം, അപ്പനെ സംബന്ധിച്ച് ഈ കൊച്ചിൻ്റെ വളർച്ചയും വ്യത്യാസങ്ങളും അവരും അറിയുന്നില്ല. അവർ കൊച്ചിനെ ഇവിടെ ആക്കിയിട്ട് പോയൊരു പ്രായമുണ്ട്. ആ പ്രായത്തിൽ അവർ വാങ്ങിച്ചു കൊടുത്ത ഉടുപ്പ്, അവർ വാങ്ങിച്ചു കൊടുത്ത ചെരുപ്പ്, അവർ പറഞ്ഞ പോലെ തലമുടി വെട്ടിയത് ഒക്കെയാണ് അവരും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ കൊച്ചു +2 ആകുമ്പോഴും അമ്മയുടെ ആഗ്രഹങ്ങൾ കൊച്ചിൽ അങ്ങോട്ട് അടിച്ചേൽപ്പിക്കുക. അതുകൊണ്ട് അമ്മമാരോട് ഞാൻ പറയുന്ന ഒരു കാര്യം, യാതൊരു കാരണവശാലും അമ്മമാരത് ചെയ്യാൻ പാടില്ല. നീറ്റായിരിക്കണം, അടക്കമൊതുക്കമുള്ളതായിരിക്കണം, അതൊക്കെ അമ്മമാർക്ക് നിർബന്ധം വയ്ക്കാം. പക്ഷെ ഈ കാലഘട്ടത്തിൽ അവൾ ക്ലാസ്സിൽ അമ്മ കൊടുക്കുന്ന ഡ്രസ്സ് ഇട്ടിലും അവളൊരു പഴഞ്ചനാവുക. രണ്ടുപേരും വിദേശത്ത് ജോലി ചെയ്യുന്ന, നീ എന്താണ് ഇങ്ങനെ വൃത്തികെട്ട് നടക്കുന്നതെന്ന് കൂട്ടുകാർ ചോദിക്കുമായിരിക്കും അവളോട്. അതുകൊണ്ട് കുറച്ചൊക്കെ കുട്ടികളെ മനസ്സിലാക്കുക. ഈ ഫാഷൻ ഭ്രമം എന്ന് പറയുന്നത് ടീനേജിൽ കുറച്ചുണ്ടാകുന്ന. അതുകൊണ്ട് അമ്മമാരോട് ഞാൻ പറഞ്ഞാൽ അവർക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുക. അല്ല ഭാവിയിൽ അവരെങ്ങനെ അവരുടെ കാര്യങ്ങൾ തന്നെ ചെയ്യും. നമ്മളൊരു +2 പഠിക്കുന്ന കുട്ടിയെ കൊണ്ട് അത്യാവശ്യം എല്ലാം അമ്മ ഇങ്ങനെ ഫീഡ് ചെയ്തുകൊണ്ടിരുന്നാൽ കല്യാണം കഴിച്ചു കഴിയുമ്പോൾ ഭർത്താവിന് എന്തൊരു പാടായിരിക്കും. എല്ലാം ഭർത്താവ് ചെയ്തു കൊടുത്തോണ്ടിരിക്കും. ഒരു കൊച്ചിനെ സ്കൂളിൽ കൊണ്ടാക്കാനോ അല്ലെങ്കിൽ ഒരു ബാങ്കിലൊന്ന് പോകാനോ ഒരു കടയിൽ പോയി ഒരു സാധനം വാങ്ങിക്കാനോ ഒരു കഴകത്തും ഇല്ലാത്ത കൊച്ചായിട്ട് ആ കൊച്ചു മാറും. അതുകൊണ്ട് കൊച്ചിനെ അങ്ങനെ ആക്കി എടുക്കണ്ട. അവൾക്ക് നല്ല അംഗീകാരം കൊടുക്കുക. ഇവിടെ അവൾക്ക് അംഗീകാരം കിട്ടുന്നില്ലെന്ന് തോന്നുന്നു, അക്സെപ്റ്റൻസ് കിട്ടുന്നില്ല. അല്ല, ഈ ടീനേജിൽ എല്ലാ പിള്ളേരും ആഗ്രഹിക്കുന്ന അംഗീകാരം. അതിനുവേണ്ടി അവർ പല പണികളും കാണിക്കുന്നത്. കള്ളു കുടിക്കുന്നത് അംഗീകാരം കിട്ടാനാണ്, മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന അംഗീകാരം കിട്ടാനാണ്, മൂക്ക് കുത്തുന്നതും അല്ലെങ്കിൽ പുരികം കുത്തുന്നതും ചുണ്ട് കുത്തുന്നതും എല്ലാം മൗടി വളർത്തുന്നതും ശ്രദ്ധിക്കപ്പെടാനാണ്. അപ്പോൾ ആ അംഗീകാരം അമ്മമാർ വീട്ടിൽ അമ്മയും അപ്പനും കൊടുക്കുക. കാശുണ്ടാക്കി മോക്ക് വേണ്ടി ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനേക്കാൾ മോൾക്ക് ആവശ്യം അവരെയാണ്. അതെ, പിന്നെ ഈ ഏജ് ആയില്ലേ,
ആരെങ്കിലും ഒരാൾ ജോലി കളഞ്ഞ കൊച്ചിന് അക്കൗണ്ടിൽ പൈസ ഇട്ട് തരുന്നില്ല എന്നുള്ളതാണ് മോളുടെ പരാതി. അങ്ങനെ കൊടുക്കാൻ പറ്റില്ലല്ലോ, അക്കൗണ്ടിൽ പൈസ ഇട്ട് കൊടുക്കാൻ പറ്റുമോ? അപ്പം അതിൽ അമ്മയുടെ നിലപാടിനോട് ഞാൻ ചേരുകയാണ്. കാരണം ഇപ്പോഴത്തെ മാതാപിതാക്കൾക്ക് ടൈമില്ല മക്കൾക്ക് കൊടുക്കാൻ. ടൈം ഇല്ലാത്തതിന് പകരം അവർ കൊടുക്കുന്നത് പണമാണ്. പണം അക്കൗണ്ടിൽ ഇട്ടിട്ട് ATM കാർഡ് കൊടുക്കുക, കൊച്ചിന് ഇഷ്ടമുള്ളതെല്ലാം ചെയ്യുക. അപ്പം അതിന് അമ്മ എടുത്ത നിലപാട് നിന്നോട് തന്നെ ഞാൻ യോജിക്കുകയാണ്. അപ്പം മോള് മനസ്സിലാക്കേണ്ടത് പൈസ ചുമ്മാ ഉണ്ടാവില്ല. അവർ വിദേശത്താന്ന് കരുതി ഇഷ്ടം പോലെ ഉണ്ടാക്കണം നിർബന്ധമൊന്നുമില്ല. ചിലപ്പോൾ അവർക്ക് വീടുണ്ടാക്കണം, കടപ്പാടുണ്ടാക്കണം, ആ പെങ്ങന്മാരെ കെട്ടിച്ചു വിടണം, അവർക്ക് ഒത്തിരി ബാധ്യതകളോ കടബാധ്യതകളോ വീട്ടിൽ വേറെ പ്രശ്നങ്ങളൊക്കെ കാണും. അവർ കരുതലോടെ ഒരു പ്ലാൻഡ് ആയിട്ട് കൊണ്ടുപോകുമ്പോൾ മകൾക്ക് ഇഷ്ടം പോലെ ചിലവാക്കാൻ പൈസ കൊടുക്കുന്നില്ല. പക്ഷേ അവളുടെ കൂട്ടുകാരികൾക്ക് അല്ലെ അവരുടെ കൂട്ടുകാർക്ക് ഇത് കിട്ടുന്നുണ്ടാവും. ഇപ്പോഴത്തെ എല്ലാവരും പറയുന്ന ഇപ്പം ഈ ടീനേജിൽ വരുന്ന പിള്ളേരെല്ലാം പറയുന്ന ഒരു ഡയലോഗ് എന്നറിയോ? എൻ്റെ കൂട്ടുകാരിക്ക് നല്ല ഫോണുണ്ടല്ലോ, എൻ്റെ കൂട്ടുകാരിക്ക് ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടല്ലോ, എൻ്റെ കൂട്ടുകാരിക്ക് എല്ലാം ഇതുണ്ടല്ലോ. അവർക്കും അപ്പനും അമ്മയില്ലേ? അവരുടെ അപ്പനും അമ്മയും എന്താണ് റെസ്ട്രിക്റ്റ് ചെയ്യാത്തത്? പിന്നെ എൻ്റെ അപ്പനും അമ്മയ്ക്ക് എന്താണ് കുഴപ്പം? ഇതാണ് പിള്ളേർ ചോദിക്കുന്ന ചോദ്യം. അതുകൊണ്ട് ബാങ്കിൽ അക്കൗണ്ട് ഇഷ്ടം പോലെ പൈസ ഇട്ട് കൊടുക്കണ്ട, കണക്ക് ചോദിക്കുക, കണക്ക് സൂക്ഷിക്കുക. അറ്റൻഷൻ സീക്കിംഗ് ആണോ പ്രധാനമായിട്ടും കൗമാരക്കാരിൽ ഇത്രയൊക്കെ പ്രശ്നങ്ങൾക്ക് കാരണമായി തീരുന്നത്? അതൊരു പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. കൗമാരക്കാർ അങ്ങനെ മറ്റുള്ളവർ കൂടുതൽ ശ്രദ്ധിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സമയമാണ്. തീർച്ചയായിട്ടും അതെ. അവർ അതിനു വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാനായിട്ട്, മറ്റുള്ളവർ ഇതിനെ ശ്രദ്ധിക്കാൻ പറ്റുന്ന രീതിയിലുള്ള എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാവോ അതെല്ലാം ചെയ്യാനായിട്ട് പരിശ്രമിക്കുന്ന ഒരു സ്റ്റേജ് തന്നെയാണ്. അതോടൊപ്പം തന്നെ ഡ്രസ്സ് മേടിക്കാനായിട്ട്, മൊബൈൽ ഫോൺ സ്വന്തമായിട്ട് ഉണ്ടാകാനായിട്ട്, ഈ പൈസ സ്പെൻഡ് ചെയ്യുന്നതും ഒരു ക്രെഡിറ്റ് ആയിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കുക, അങ്ങനെ പല വിധത്തിൽ ആളുകളെ എങ്ങനെ ശ്രദ്ധിപ്പിക്കാം എന്നുള്ളത് നോക്കുന്ന ഒരു കൗമാരക്കാരത്തിന് ഇടയിലുള്ള ഒരു പ്രധാനപ്പെട്ട സംഭവം തന്നെയാണ് തീർച്ചയായിട്ടും. അപ്പോൾ തന്നെ ഈ കുട്ടിയുടെ പേരൻസിനോട് എനിക്ക് ഒരു സജഷൻ പോലെ പറയാൻ തോന്നുന്നത്, അവരുടെ ചില പ്രയോറിറ്റീസും പ്ലാനിങ്ങുകളും കുറച്ചുകൂടെ ഒന്ന് കൊച്ചിൻ്റെ അടുത്ത് ഷെയർ ചെയ്യാൻ ശ്രമിക്കുമെങ്കിൽ, അപ്പം മാഡം പറഞ്ഞ പോലെ അവർക്ക് മേ ബി വീട് വെക്കാനൊരു പ്ലാൻ ഉണ്ടാവാം. അങ്ങനത്തെ ചില ഡ്രീംസ് എങ്കിലും ഒക്കെ അവരെന്തിനു വേണ്ടിയിട്ടാണ് മക്കളും അത്രയും ഒന്നും അറിയിക്കുക. എല്ലാം നോ മാത്രമാകുന്നതോടൊപ്പം പ്രശ്നമായി മാറുന്ന ഒരു സാധനമാണ്. ചിലപ്പോൾ ഡൂസും കൂടെ പറഞ്ഞു വെക്കാം, നമുക്ക് ഇന്നതൊക്കെ ചെയ്യാം, ഒരുമിച്ച് ചെയ്യാം, ഇന്നതൊക്കെ നിനക്കും ചെയ്യാമെന്ന് പറയുമ്പോൾ പേരൻസിന്റെ ഭാഗത്ത് നിന്ന് അവർ ചെയ്യുന്നതെല്ലാം ശരിയെന്ന് അവർ വിചാരിക്കുന്നുണ്ട് ഇതിനകത്ത്. മനസ്സിലായോ? അപ്പൊ അവർ കുട്ടിയായിട്ട് ആവശ്യമുള്ളതൊക്കെ ഷെയർ ചെയ്യുന്നു എന്നുള്ളതായിരിക്കും അവരുടെ വിചാരം. പക്ഷെ ഇതിൽ ഒരുമിച്ച് താമസിക്കാത്തത് കൊണ്ടാണ്. ഒരുമിച്ച് താമസിക്കുകയാണെങ്കിൽ നമ്മുടെ പേരൻസിന്റെ വരുമാനം എത്രയാണ്, അല്ലെ എന്തൊക്കെയാണ് നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങളെന്ന് മനസ്സിലാവും. ഇത് കുട്ടി ഹോസ്റ്റലിൽ കാണുന്നതെല്ലാം തന്നെ, ഹോസ്റ്റലിൽ പിള്ളേരെ നിർത്തി പഠിപ്പിക്കാൻ അത്യാവശ്യം സാമ്പത്തിക സ്ഥിതിയുള്ള പേരൻസിന്റെ കുട്ടികളെ അവള് കാണുന്നത്. അപ്പോൾ പിന്നെ മറ്റ് പേരൻസ് ഡ്രസ്സ് ഇതുപോലെ വാങ്ങിക്കാൻ സ്വാതന്ത്ര്യം കൊടുക്കുന്നു, പൈസ കൊടുക്കുന്നു. അപ്പോൾ എൻ്റെ അമ്മയും അപ്പനും തരുന്നില്ല എന്നുള്ളതാണ് അവൾ കമ്പയർ ചെയ്യുന്ന ഭാഗം. അപ്പോൾ ഇതിനകത്തുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, മറ്റ് പേരൻസിനെ പോലെ ഒരു പക്ഷേ ഇവർ സാമ്പത്തിക സ്ഥിതി ഉള്ളവരായിരിക്കില്ല, പക്ഷേ ഈ കുട്ടിയുമായിട്ട് ഇവർക്ക് കമ്മ്യൂണിക്കേഷൻ ഇല്ല. അപ്പം ഈ പേരൻസിന് ചെയ്യാൻ പറ്റുന്ന ഒരു അവധി കിട്ടുമ്പോൾ ഇവരുടെ കൂടെ വരുമ്പോൾ, ഇത്രയും വലിയ കുട്ടിയാണ്, അത്യാവശ്യം അവളോട് ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ കാര്യങ്ങൾ, സാമ്പത്തികമായിട്ട് ഇത്ര വരുമാനമേ ഉള്ളൂ, നമുക്ക് ഇത്രയും ചിലവാക്കാൻ പറ്റണം, ഇത്രയും ഇനിയുള്ള നിന്റെ എഡ്യൂക്കേഷൻ ഒത്തിരി പണം വേണം, അതിനായിട്ടാണ് ഞങ്ങൾ സൂക്ഷിക്കുന്നത്. അത് തുറന്ന് സംസാരിക്കുകയാണെങ്കിൽ അവൾക്കത് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് അമ്മ കുറച്ച് സ്വാതന്ത്ര്യം അവൾക്കും കൊടുക്കുക, അമ്മയും അപ്പനും അവളും പേരൻസിനെ മനസ്സിലാക്കുക. പരസ്പരം മനസ്സിലാക്കി പോവുകയാണെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ നമുക്ക് ഒത്തിരിയേറെ ഇല്ലാണ്ടാക്കാനായിട്ട് സാധിക്കും. പക്ഷേ ജീവിതത്തിൽ ഒരിക്കലും കുട്ടികൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കാതെ അപ്പനും പറയുന്നത് മാത്രം അടിച്ചേൽപ്പിക്കുന്ന, അപ്പനും അമ്മയാണ് ഞങ്ങൾ പറയുന്ന പിള്ളേർ കേട്ടാൽ മതി, അതൊരിക്കലും ശരിയായ നിലപാടല്ല. അപ്പനും അമ്മയും അത് തിരുത്തേണ്ടിയിരിക്കുന്നു. കാരണം 1-2 പിള്ളേരേ ഉള്ളൂ, അതുകൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത്. പണ്ടെന്ന് പറഞ്ഞാൽ ചേട്ടനിമാർ ഒത്തിരി പേരുണ്ട്, ചേട്ടൻ്റെ ഡ്രസ്സ് രണ്ടാമത്തവനിട്ട്, രണ്ടാമത്തവൻ്റെ മൂന്നാമത്തവനിട്ട്, അത് കീറുന്നിടം വരെ അങ്ങനെ പോവുക. ഇപ്പം അങ്ങനെയല്ല. പിള്ളേർക്കെല്ലാം അവനവൻ്റെതായ മുറി, അവനവൻ്റെതായ ഇലമാരകൾ, അവനവൻ്റെതായ പ്രൈവസികൾ. അപ്പോൾ അവർക്ക് അങ്ങനെ എല്ലാം കൊടുക്കുമ്പോൾ അവർക്ക് ആവശ്യമുള്ള ഡ്രസ്സ് സെലക്ട് ചെയ്യാനായിരിക്കും, അല്ലെങ്കിൽ ഒരു കമ്മല, മാല, ഇതൊക്കെ സെലക്ട് ചെയ്യാനായിട്ടുള്ള സ്വാതന്ത്ര്യം കൊടുക്കുക. പോക്കറ്റ് മണി കൊടുക്കാം, അതെങ്ങനെ സ്പെൻഡ് ചെയ്തു എന്ന് ചോദിക്കാം അമ്മയ്ക്ക്. ഈ കത്തിനെ ബേസ് ചെയ്ത് മാതാപിതാക്കൾ എന്തെല്ലാം റെസ്ട്രിക്ഷൻസ് ആയിരിക്കണം ഒരു ടീനേജിന് കൊടുക്കേണ്ടത്? എന്താണ് നവീൻ്റെ അഭിപ്രായം? കുട്ടികൾക്ക് പ്രത്യേകിച്ചും ടീനേജും ആ റേഞ്ചും കൂടെ കഴിയുമ്പോഴത്തേക്കും കാണപ്പെടുന്ന ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസ് പിള്ളേരെ കാണുന്നുണ്ട്. മാതാപിതാക്കളിൽ നിന്ന് കിട്ടേണ്ട കുറച്ചുകൂടി ഒരു ഐഡൻറ്റിറ്റി നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. ഞാൻ ആരാണ് എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റാതെ വരുമ്പോൾ. അപ്പോൾ അത് ഒരുപാട് റെസ്ട്രിക്ഷൻ കൊടുക്കുന്നതിലൂടെ കിട്ടുന്ന ഒരു ഇതല്ല കുട്ടികൾക്ക് അവരുടെ ഐഡൻറ്റിറ്റി കണ്ടെത്തുക എന്ന് പറയുന്നത്. അപ്പം അവരെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളെ അനുവദിക്കാനായിട്ട് അവരുടെ കൂടെ സമയം
പേരൻസ് കണ്ടെത്തുക. എനിക്ക് തോന്നുന്നത് അവരുടെ പ്രയോറിറ്റി ഒരുപക്ഷെ പേരൻസിൻ്റെ പ്രയോറിറ്റി കുറച്ചുകൂടി ഒന്ന് റീസെറ്റ് ചെയ്യണമായിരിക്കും. ഏറ്റവും വലിയ അസറ്റ് അവർ ബാക്കി എന്തൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞാലും സമ്പാദിച്ചെന്ന് പറഞ്ഞാലും ഏറ്റവും വലിയ അസറ്റ് മക്കൾ തന്നെയാണ്. അവർക്ക് കമ്പനികൾ പോലും അങ്ങനെ കാണുന്നുണ്ട്. ഹ്യൂമൻ റിസോഴ്സ് ഇസ് ദ ബിഗസ്റ്റ് അസറ്റ് ഓർ ദ മോസ്റ്റ് വാല്യൂബിൾ അസറ്റ് എന്ന് കമ്പനികൾ പോലും അവിടുത്തെ വ്യക്തികളെ കാണുമ്പോൾ പേരൻസ് ഒരു പക്ഷേ കുട്ടികളുടെ ശരിക്കും വിദ്യാഭ്യാസത്തിന് ഉപരിയായിട്ടുള്ള ഒരു കരുതൽ ഉത്തരവാദിത്വം അവർ മക്കളുടെ കാര്യത്തിൽ കാണിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. അത് കാണിക്കണമെന്നുണ്ടെങ്കിൽ അവരെ പ്രയോറിറ്റി റീസെറ്റ് ചെയ്ത് കുറേ കൂടെ സമയം കുട്ടിയുടെ കാര്യങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാനായിട്ട് അവർ ഇപ്പം വിദേശത്താണെങ്കിൽ ധാരാളം ഓപ്ഷൻസ് ഇപ്പം കണക്റ്റഡ് ആവാനായിട്ടുണ്ട്. സ്കൈപ്പ് വഴിയൊക്കെ ഡെയിലി തന്നെ സംസാരിക്കുന്ന പേരൻസ് ഉണ്ട്. പിന്നെ അവരുടെ വെക്കേഷൻസ് അവർ ജോലിക്ക് കൊടുക്കുന്ന പ്രയോറിറ്റിയേക്കാൾ ഒരുപക്ഷെ മക്കൾക്ക് പ്രയോറിറ്റി കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ വെക്കേഷൻസ് ഒക്കെ അവർക്ക് പ്ലാൻ ചെയ്തെടുക്കാൻ പറ്റും. പിള്ളേരുടെ കൂടെ ആയിരിക്കാൻ പറ്റും. അപ്പോൾ അറിയാം എവിടെയായിരിക്കും കൊച്ചിന് കൂടുതൽ അനുവാദം കൊടുക്കേണ്ടതും തടസ്സം പിടിക്കേണ്ടത് എവിടെയാണെന്ന് കൂടെ സമയം അവരുടെ കൂടെ സ്പെൻഡ് ചെയ്താലേ കണ്ടെത്താൻ സാധിക്കുള്ളൂ. ആ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് പേരൻസ് ശ്രമിച്ചു കഴിഞ്ഞാൽ അവർക്ക് കൃത്യം തിരിച്ചറിഞ്ഞ് എന്തിനും കൂടുതൽ അനുവദിക്കാം, എന്തിനും കൂടുതൽ റെസ്ട്രിക്റ്റ് ചെയ്യാം എന്നവർക്ക് ഒരു പക്ഷേ കണ്ടെത്താൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്തുള്ളത് അവധിക്ക് വരുമ്പോൾ ഈ പേരൻസിന് വേണമെങ്കിൽ ചെയ്യാൻ 2 പേർക്ക് 2 സമയമായിട്ട് വരാം. 6 മാസത്തിലിടയ്ക്ക് അപ്പനും വന്നു അമ്മയും വന്നു. പിന്നെ കൊച്ചിനെ വേണമെങ്കിൽ ഒരു അവധി കിട്ടുമ്പോൾ അങ്ങോട്ട് കൊണ്ടോ ഇവർക്ക്. അങ്ങനെ ധാരാളം പേര് ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു ആണ്ടിൽ ഒരു 2 പ്രാവശ്യമെങ്കിലും ഈ കുട്ടിക്ക് അപ്പൻ്റെയും അമ്മയുടെയും കൂടെ നിൽക്കാനുള്ള ഒരിത് വരുന്നു. പിന്നെ ഇപ്പോൾ പറഞ്ഞു സ്കൈപ്പിൽ ഫോണിലോ ഒക്കെ പിള്ളേരോട് സംസാരിക്കാം, കാണാം, പിള്ളേരെ കണ്ട് സംസാരിക്കാം, അവരുടെ വളർച്ചയെക്കുറിച്ച് മനസ്സിലാക്കാം, അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കാം. ഒരുപക്ഷെ ചിലപ്പോൾ ഇവളുടെ അപക്വമായ മനസ്സിൽ ഇവൾക്ക് തോന്നി ആലോചിച്ച് കൂട്ടുന്ന പ്രശ്നങ്ങളായിരിക്കാം ഇത് മുഴുവൻ. ഈ പിള്ളേർ ഈ പ്രായത്തിൽ അത് ചിന്തിക്കും. പാരൻസ് ഒരു സപ്പോർട്ട് കൊടുത്താൽ അപ്പോൾ അവൾ മിടിക്കായിക്കോളും. ഈ കുട്ടിയുടെ ടേസ്റ്റുകൾ ശരിക്കും തിരിച്ചറിയാനായിട്ട് പറ്റിയ ഒരു സമയമായിട്ട് എനിക്കിതിനെ തോന്നുന്നത്. ഇപ്പോൾ ഞങ്ങളുടെ യുവജനങ്ങളുടെ ഇടയിൽ ജോലി ചെയ്യുമ്പോഴും മിനിസ്ട്രി ചെയ്യുമ്പോഴും കാണുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വിശേഷമാണ്, പ്രത്യേകിച്ചും എഞ്ചിനീയറിംഗ് കഴിഞ്ഞ IT ഫീൽഡിലുള്ള ധാരാളം ആളുകൾ ഇതെൻ്റെ ഫീൽഡല്ല, എനിക്ക് ഈ പരിപാടി പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഇവൻ പല ആളുകളും റിസൈൻ ചെയ്ത്, എനിക്കറിയാവുന്ന ഒരു വ്യക്തി ട്രിവാൻഡ്രത്ത് ഇൻഫോസിസിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ ജോലി റിസൈൻ ചെയ്ത് B.Ed പഠിക്കാൻ പോയി. എനിക്ക് ടീച്ചിങ് ആണ് ഇഷ്ടം. പേരൻസ് വലിയ പ്രതീക്ഷയോടെ അല്ലെങ്കിൽ അവരുടെ ആഗ്രഹങ്ങളോടെ ആളെ അങ്ങനെ പഠിക്കാൻ വിട്ടതാണ്. അപ്പം ആള് ജോലി റിസൈൻ ചെയ്ത് B.Tech-ന് പോകുന്നു, ചിലർ റിസൈൻ ചെയ്ത് വേറെ കോഴ്സുകൾക്ക് പോകുന്നു, അങ്ങനെ പല രീതിയിൽ പോകുന്നുണ്ട്. അപ്പം ആ മോൾക്കൊരു പക്ഷേ ഈ സമയത്ത് കുട്ടിയുടെ ഇപ്പം ഈ മറ്റ് പ്രശ്നങ്ങളിലേക്ക് നോക്കാതെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മേഖല ഏതാന്ന് അടുത്തൊരു ഗ്രാജുവേഷൻ തിരഞ്ഞെടുക്കേണ്ട ഒരാളാണ്. അതൊന്ന് കണ്ടെത്താനായിട്ട് ഒന്ന് പരിശ്രമിക്കുകയും അത് സീരിയസ് ആയിട്ട് തന്നെ പേരൻസിനെ അവതരിപ്പിക്കുകയും അങ്ങനെ രീതിയിൽ ഒന്ന് മൈൻഡ് ഒന്ന് ഓറിയൻറ്റ് എടുക്കുകയും ചെയ്യാൻ പറ്റുന്ന ഒരു സമയമായിരിക്കും. ബാക്കിയുള്ള ചിന്തകളെ നിന്നെല്ലാം ഒന്ന് ഡീവിയേറ്റ് ചെയ്യാൻ അങ്ങനെ ഒന്ന് സീരിയസ് ആയിട്ട് ആ കൊച്ചിനെ എടുക്കാൻ സാധിക്കുമെങ്കിൽ അതിനെ ജീവിതത്തിൽ ഭയങ്കരമായിട്ട് ഉപകാരപ്പെടും. പിന്നെ മറ്റുള്ള കമ്പാരിസൺ കാര്യങ്ങളിലേക്ക് പോകേണ്ട കാര്യമില്ല. എനിക്കുള്ളത് എനിക്ക് തന്നെ ഉണ്ട്, കിട്ടും. അതിനെ ഓർത്ത് നന്ദി പറയാനായിട്ടൊക്കെ ഉള്ളൊരു മനസ്സ് രൂപപ്പെടുത്താനായിട്ട് പരിശ്രമിക്കുന്നത് നല്ലതായിരിക്കും. കൗമാരക്കാരുടെ പ്രധാനപ്പെട്ട 2 പ്രശ്നങ്ങളിലൂടെയാണ് ഈ കത്തുകൾ കടന്നു പോകുന്നത്. തങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെ ഓർക്കുക, കുറവുകളെ മറന്നു കളയുക. തീർച്ചയായും നല്ലൊരു ജീവിതം ഉറപ്പും. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവയും എഴുതി അറിയിക്കുക. ഞങ്ങളുടെ വിലാസം: ദ പ്രൊഡ്യൂസർ, യൂത്ത് ഗൈഡ്, ഷാലോം TV, പെരുവണ്ണാമൂഴി PO, കാലിക്കറ്റ്. വീണ്ടും കാണാം മറ്റൊരു എപ്പിസോഡിലൂടെ. അതുവരേക്കും നന്ദി.